ക്യാരി ചെയ്തതും ഈ കോൺസെപ്റ്റും ആയിരിക്കണം ഈ ബഡ്ജറ്റിലോട്ട് ഇവരെ പുഷ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ എഗെയിൻ ഈ സെയിം നന്ദുവിന് പകരം വേറെ ഒരു എക്സ്പീരിയൻസ് ഡയറക്ടർ ആണെങ്കിൽ ഇതായിരിക്കില്ല ബഡ്ജറ്റ് ചിലപ്പോൾ കുറച്ചും കൂടി കൂട്ടിക്കൊടുക്കാരും. നമ്മൾ പറയില്ലേ അവറാഞ്ചേട്ടന് വേണേ വെളുത്ത പെണ്ണാവാന്ന് പറയുന്ന പഴയ രീതി പറഞ്ഞ പോലെ അയാളാവുമ്പോൾ കുറച്ച് വേണമെങ്കിൽ ബഡ്ജറ്റ് കൂട്ടി കൊടുക്കാം എന്നുള്ളൊരു ധാരണ നാച്ചുറലി പൈസ മുടക്കാൻ അവനെ സംബന്ധിച്ചോളം വരും. അപ്പൊ ഇതിന് അവർ മനസ്സിൽ കണ്ടിരുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ദിസ് സബ്ജക്ട് ഡിമാൻഡഡ് മച്ച് ബിഗർ. ആ ബഡ്ജറ്റിന് തീർത്തതിൽ ഞാൻ കൈയടിച്ച് സമ്മതിക്കണം. ഞാൻ അവസാന ഔട്ട് കണ്ടിട്ട് പറയാട്ടോ, ആസ് എ പ്രേക്ഷകൻ, അഭിനയിച്ചവൻ എന്നുള്ള രീതിയിൽ പറഞ്ഞല്ല, സ്വന്തം പടത്തിനൊരു തള്ളണല്ല, ആ പ്രേക്ഷകൻ എന്ന രീതിയിൽ ഈ ചെറിയ ബഡ്ജറ്റും പിന്നെ ഇതിൽ ഓരോ സീനും ഒരു ആക്ടർ ബേസ് കൊണ്ട് മാത്രം നടക്കണ പരിപാടിയല്ല. ലൈറ്റിംഗ് ആയിക്കോട്ടെ, അതിൻ്റെ ആംഗിൾ ആയിക്കോട്ടെ, മേക്കിംഗ് ഡിമാൻഡ് ചെയ്യുന്നതാണ്, മ്യൂസിക്, എവറിത്തിങ്, അതെല്ലാം കൂടി വെച്ച് ഒരു നല്ല ഡീസൻ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ് ടു ദ ടീം. സമ്മതിച്ചാൽ കൊടുക്കണം. അത് പറഞ്ഞാൽ ഇവരെ നോട്ട് ചെയ്ത് വെച്ചോ, ഇവന്മാരെ ഫ്യൂച്ചറിൽ പൊളിക്കും. കിരൺ ചേട്ടനോടാണ്. അതായത് ഇപ്പം കമ്മട്ടം മുതൽ മുത്തശ്ശി വരെ എത്തി നിൽക്കുന്നു. ഇപ്പം വാണിജ്യ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് മികച്ച കണ്ടന്റുകൾക്ക് പ്രാധാന്യം നൽകാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? നമ്മൾ കോമ്പറ്റീഷൻ നമുക്ക് കൂടുന്ന സമയത്ത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മുത്തശ്ശി നമ്മൾ എടുക്കാൻ കാരണം ഇന്ന് എല്ലാവരും ത്രില്ലറിൻ്റെ പുറയിലാണ് പോകുന്നത്. ഒരു ക്രൈം ത്രില്ലേഴ്സും മറ്റ് ആ ഒരു കൈൻഡ് ഓഫ് ജോണറിൽ പോകുമ്പോൾ നന്ദു നമ്മളെ അപ്രോച്ച് ചെയ്തപ്പോൾ ഈ സബ്ജക്റ്റിൽ കണ്ട വ്യത്യാസമാണ് നമുക്ക് കിട്ടിയ ഒരു ത്രില്ല്. ഏകദേശം ഒരു 4 വർഷം മാറ്റി നമ്മൾ എഴുതുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിലേക്ക് എത്തുമ്പോഴും ഈ കണ്ടന്റിൻ്റെ പുതുമയും കണ്ടന്റ് ഫ്രഷ്നെസ്സും തന്നെയാണ് ഇതിൽ നമ്മളെ രസിപ്പിച്ചത്. പ്ലസ് നന്ദു, അമിത് ബ്രോ പറഞ്ഞ പോലെ നന്ദു മുൻപ് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു മെറ്റീരിയൽ ഉണ്ട്. സോ വി ഹാഡ് ദ കോൺഫിഡൻസ് ഓൺ ഹിം. സോ അതുകൊണ്ടായിരുന്നു ഇതായിരുന്നു നമുക്കൊരു ക്യാപ്പ് ഉണ്ട്, എപ്പോഴൊരു ബഡ്ജറ്റ് ക്യാപ്പ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ച് നമ്മൾ ഇതിലേക്ക് എത്തുകയും ഈ പ്രോജക്റ്റ് ഇത്രയെങ്കിലും ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ലാൻഡ് ചെയ്തത്. പിന്നെ സിയെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കണ്ടന്റുകൾ വീണ്ടും വീണ്ടും തേടിക്കൊണ്ടിരിക്കുകയും സിയുടെ ഓഡിയൻസ് കൈൻഡ് ഓഫ് ഓഡിയൻസ് ഒരു 30 വർഷത്തെ ചരിത്രം സിക്കുണ്ട് മീഡിയ ഇൻഡസ്ട്രിയിൽ. സോ എവരി ഹൗസ് ഹോൾഡ്സ്, എവരി വ്യൂവേഴ്സ്, എല്ലാവരോടും സിക്കുള്ളൊരു കടപ്പാടും നമ്മൾ തിരഞ്ഞെടുക്കുന്ന കണ്ടന്റുകളിലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതായത് കണ്ടു കഴിഞ്ഞപ്പോൾ മകൻ ഞാൻ ഇതിൻ്റെ ഇതിലേക്ക് കിടക്കുന്നില്ല, നെഗറ്റീവാണ് എന്ന് അമ്മ മനസ്സിലാക്കിയാണ്. എന്നിട്ടും അമ്മ അതിനെ സപ്പോർട്ട് ചെയ്യണം. ഒരാശയം എന്നുള്ളത് നെഗറ്റീവ് അല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. എങ്ങനെ ഒന്നുകൂടെ പറയാം? അതായത് മകൻ ഇന്ന ആളാണെന്ന് മനസ്സിലായി, അമ്മയ്ക്ക് മനസ്സിലായി. എന്നിട്ടും അമ്മ വീണ്ടും, അതായത് ലീല എന്ന് പറഞ്ഞ ക്യാരക്ടറിന് മനസ്സിലായി, അമ്മയ്ക്ക് മനസ്സിലായി. എന്നിട്ടും ഈ മകനെ അമ്മ വീണ്ടും സപ്പോർട്ട് ചെയ്ത് വളർത്തുകയാണ്. അപ്പോൾ ഇതൊരു ആശയം ഒരു നെഗറ്റീവ് ആയിരിക്കുമോ എന്നാണ് മകനെ വളർത്തുന്നത്. പക്ഷെ അത് മകനാണല്ലോ എന്തായാലും. ഇപ്പൊ അമ്മയുടെ കടമ മകനെ വളർത്തണം എന്നല്ലേ. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് അമ്മ മകനെ വളർത്തുന്നത്. അത് നെഗറ്റിവിറ്റി കാണുന്നത് നെഗറ്റിവിറ്റി കാണാം, പോസിറ്റിവിറ്റി കാണുന്നത് പോസിറ്റിവിറ്റി കാണാം. ഞാൻ ചോദിച്ചത് അതാണ്. അപ്പോൾ അത് തെറ്റായ ആശയമായിരിക്കുമോ ഭാവിയിൽ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ തെറ്റായ ആശയമായിരിക്കും അങ്ങനെ തോന്നുന്നവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കറിയില്ല. കാരണം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പറഞ്ഞ ക്യാരക്ടർ അങ്ങനെ ചെയ്യേണ്ടത്. കാരണം അവർക്ക് ഇത് മാടനാണെങ്കിലും മനുഷ്യനാണ്, മകനാണ് എന്ന് പറഞ്ഞ തോട്ടുന്നാണ് അവരെ വളർത്തുന്നത്. അതിന് അങ്ങോട്ട് പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഇനി അത് മുന്നോട്ട് പോകുമ്പോൾ. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു അമ്മ വീട്ടിലുള്ളത് കൊണ്ടാണ്. അല്ല, വളരെ വാലിഡ് പോയിന്റ് ആട്ടോ ചോദിച്ചത്. ഉഗ്രം ക്വസ്റ്റ്യൻ ആണ്. എനിക്കും തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മുടെ നാട്ടിൽ ക്രൂരമായിട്ടുള്ള ക്രൈം ചെയ്ത് ജയിലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കോടതി കൊണ്ടുപോകാനായിട്ട് നിൽക്കുമ്പോൾ ഏതെങ്കിലും കോർണറിൽ നോക്കിയാൽ അമ്മ ഉണ്ടാവും. അമ്മയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മോനാണ്. ഹലോ, എൻ്റെ ക്വസ്റ്റ്യൻ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനോടാണ്. ഡിപ്പാർട്ട്മെൻറ്റിലേ ഡയറക്ടറുണ്ട്. ഇപ്പോൾ മലയാള സിനിമയിൽ ഒരുപ്പെട്ട എല്ലാ പീരീഡുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു, എല്ലാ കാലഘട്ടങ്ങളും കണ്ടു കഴിഞ്ഞു. അതിനെ ഡീറ്റെയിൽ ആയിട്ടും അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ടും ഇവിടെ ലൈറ്റായിട്ടും ടച്ച് ചെയ്ത് പോകുന്ന ഫ്ലാഷ് ബാക്സിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ തന്നെ നടക്കുന്ന സ്റ്റോറീസ് ആയിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു വെബ് സീരീസിൽ വന്നു കഴിയുമ്പോൾ അത് ഒരു ചേഞ്ച് കാലഘട്ടം, അതായത്
കാളവണ്ടിയിൽ നിന്ന് ചേതക്കുണ്ട്, അല്ലെങ്കിൽ അംബാസഡർ ഉണ്ട്, അല്ലെങ്കിൽ കറണ്ട് വീട്ടിലേക്ക് വരുന്ന കണക്ഷൻ, അതിൻ്റെ അകത്തൊരു കാട്ടിൻ്റെ അകത്ത് നടക്കുന്ന ഒരു വീട്ടിലുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഇത്രയും വന്നു കഴിയുമ്പോൾ മലയാളം വ്യൂവേഴ്സ് എപ്പോഴും ഇപ്പോൾ കൂടുതൽ ക്രിട്ടിസൈസേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ബഡ്ജറ്റ് ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്ന് തന്നെ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ക്രിട്ടിസൈസസിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ എത്രത്തോളം റിസർച്ച് വർക്കുകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഈ കഥ തന്നെ ഒരു ഭയങ്കര ആർട്ടിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻറ്റ് ആയ ഒരു കഥയാണ്. മൊത്തത്തിൽ കാലഘട്ടം ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് അപ്പം നമ്മൾ കറക്റ്റ് ഒരു പ്ലാൻ ആക്കിയിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് ചെയ്തത്. അപ്പോൾ ആർട്ട് ഡയറക്ടർ റോണി രാജൻ എന്നാണ്. അപ്പം പുള്ളിയായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് ഇതിനെ ഒരു കറക്റ്റ് ഒരു ഓർഡർ ഉണ്ടാക്കിയിട്ടാണ് നമ്മളിത് ഷൂട്ടിന് മുന്നേ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് തന്നെ ഇത് പ്ലാൻ ആക്കിയിരുന്നു. ഡയറക്ടറോടാ ശരിക്കും ഇതൊരു സിനിമയ്ക്കും സീരീസിനും ഒരേപോലെ സാധ്യതയുള്ള ഒരു പ്ലോട്ടാണല്ലോ ശരിക്കും ഇത്. അപ്പം ഫസ്റ്റ് ഐഡിയയിൽ ഇത് സീരീസ് ആയിരുന്നോ സിനിമയായിരുന്നോ, ഏതിൽ തുടങ്ങിയ പിച്ച് ചെയ്തത് ഫസ്റ്റ്? ആദ്യം എന്നെ പ്രൊഡക്ഷൻ ലിറ്റിൽ ബിഗ് ഫിലിംസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, പ്രശോഭ് കൃഷ്ണ എന്ന് പറഞ്ഞാൽ. പുള്ളി ഒരു ഈ കോലം ഷോർട്ട് ഫിലിം വേണ്ടിയിട്ട് ഒരു മൂവി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നായിരുന്നു ആദ്യം. ആ സമയത്താണ് C5 എന്ന് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസിന് ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു സബ്ജക്റ്റ് വേണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. അപ്പോഴാണ് ഈ പറഞ്ഞ ത്രെഡ്, ജസ്റ്റ് ഒരു 1 ലൈൻ ത്രെഡായിരുന്നു. വീട്ടിലൊരു മുത്തശ്ശി ഉണ്ട്, എനിക്ക് പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു സാധനമായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒരു ത്രെഡായിരുന്നു. ആ ത്രെഡ് C5ലേക്ക് മെയിൽ അയച്ചു. അപ്പോൾ അവർ അവിടെ നിന്ന് അപ്രൂവ് ആയിട്ട് അതിൻ്റെ ഒരു സീൻ ഓർഡർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് C5ന് വേണ്ടി തന്നെ പ്ലാനാക്കി ചെയ്തതാണ്. ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നു മൊത്തത്തിൽ, ഒരു കുറച്ചും കൂടി വലിപ്പത്തിലോട്ട് മൂവീൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഡിവൈഡ് സീരീസിൻ്റെ ഈ ഫോർമാറ്റിലേക്ക് മാറ്റിയതാണ്. പിന്നെ ഫസ്റ്റിൽ അങ്ങനെയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. സീരീസ് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്ലാനുകൾ ഉണ്ടോ? എങ്ങനെ ഇനി ഇതിൻ്റെയോ അത് ഇനി C5 ഒരു എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയുന്നത്. മുത്തശ്ശിയായിട്ട് ലീല ചേച്ചി ഗംഭീര പെർഫോമൻസ് നടത്തി. അപ്പോൾ ഈ ലീല ചേച്ചി നല്ല സുന്ദരിയാണ്. ഈ മുത്തശ്ശി കുറച്ചും കൂടി ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വികൃതമായിട്ടുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് അതാക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ ലീല ചേച്ചീനെ തന്നെ ഉറപ്പിച്ചതിന് കാരണം എന്താണ്? പിന്നെ ഒരു ചോദ്യം കൂടെ, ഇതിൽ ആൽക്കഹോൾ കോൺസെപ്റ്റ് ഇപ്പോൾ തുഫാനെതിരെയൊക്കെ നന്നായിട്ട് പോരാടിക്കൊണ്ടൊക്കെയാണ് സർക്കാർ. അപ്പോൾ ഇതിൽ ഈ വാർണിംഗ് നോട്ടിഫിക്കേഷൻ ഒരിക്കലും കൊടുത്തിട്ടില്ല. അത് ഈ സ്ക്രീനിൽ കൊടുക്കാത്തതാണോ? പ്രിവ്യൂ ആയതുകൊണ്ടാണോ? ഓക്കെ, ആദ്യമേ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. ലീല ചേച്ചിയിലോട്ട് എങ്ങനെ വന്നു? ലീല ചേച്ചിയിലേക്ക് ലീനാമേൻ്റെ അടുത്തേക്ക് വന്നത് ആദ്യത്തെ ഒരു ഷോർട്ട് ലിസ്റ്റ് നോക്കി. നമ്മൾ ഇത്ര ആർട്ടിസ്റ്റാണ്. ഇതിൽ മെയിൻ ക്യാരക്ടറാണ് മുത്തശ്ശി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഒരുപാട് പല സാധനങ്ങൾ ചെയ്യാനുണ്ട്. ചുമ്മാ ഒരു സ്ത്രീയോ അല്ല, ഒരു രക്ഷസാണ്. രക്ഷസനെ പലതരത്തിലുള്ള രക്ഷസ് ഉണ്ടല്ലോ. അപ്പോൾ നോർമലി ഇത് റിയലിസ്റ്റിക് രക്ഷസ് എന്ന രീതിയിലാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ഭയങ്കര ഫാൻറ്റസി കാണിക്കുന്ന രക്ഷസല്ല. അപ്പോൾ അവതരണ രീതി അങ്ങനെ റിയലിസ്റ്റിക് ആയി തന്നെ പോകണം എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ലീലാമ്മയുടെ പൂക്കാലം തൊട്ട് ഇപ്പോൾ പറഞ്ഞ സിനിമകളെല്ലാം കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടപ്പം ലീലാമ്മയോട് ജസ്റ്റ് സബ്ജക്റ്റ് ലുക്ക് വൈസ് ഒരു നീളം ഒരു ഷേപ്പുള്ള മുഖമൊക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ലുക്ക് മുത്തശ്ശി. അപ്പം അങ്ങനെ ബെറ്റർ ഓപ്ഷൻ ലീലാമയായിരുന്നു. നമ്മളൊരു കഥ പറഞ്ഞു, ലീലാമയ്ക്ക് അപ്പം ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ മോനെ നന്ദു ഇത് കുറച്ചുകൂടെ വികൃതമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. ലീലാമ്മയാണ് ഇത് സമ്മതിക്കാഞ്ഞത്. നമ്മൾ ഞാൻ ഇതിനെ കണക്ട് ചെയ്തിട്ടു. ഇതിനകത്തെ ഇപ്പം ഞാൻ ഡയറക്ടോറിയൽസ് എന്ത് ചെയ്യാനാ നോക്ക്. അതിനകത്ത് ഒരു ആക്ടർ എന്ന രീതിയിൽ ഞാൻ ഇത് കണ്ടു കഴിഞ്ഞ സമയത്ത് ഈ അമിത് ചെയ്ത ഒരു ക്യാരക്ടർ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഒരു ലൈഫിലൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തി. അപ്പോൾ ആ ക്യാരക്ടറിനെ ഒരു പക്ഷേ ഈ മുത്തശ്ശി എന്ന് പറയുന്ന ആ ക്യാരക്ടർ ചെറിയ കാലം മുതലേ ഏത് രീതിയിലായിരിക്കും ഈ വ്യക്തിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത്, ഈ ക്യാരക്ടറിനെ. ഇങ്ങനെ എനിക്ക് ഭയങ്കര രസമായിട്ട് എനിക്കത് തോന്നി. കാരണം ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റാത്ത പൈസ അത് അവിടെ ഇരിപ്പുണ്ട് ഇവിടെ. കാരണം അത്ര വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സ്ക്രിപ്റ്റിങ്ങിൽ ഇല്ലേ ആ ക്യാരക്ടറെ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആ ശ്രദ്ധ എൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ല എന്നുള്ള പരാതിയും കൂടെ ഉണ്ട്. ലീലയുടെ കാര്യത്തിൽ അത്രയും ശ്രദ്ധയുണ്ട്. ഒരു അമ്മത്തം
എന്ന് പറയുന്നതിനെയൊക്കെ ഭയങ്കര രസകരമായിട്ട് ഡീപ്പായിട്ട് വർക്ക് ചെയ്ത് പോയിട്ട് എൻ്റെ കാര്യത്തിൽ അത്ര വന്നില്ല അല്ലേ? കണ്ടന്റിനാണ് പ്രാധാന്യം, അല്ലെങ്കിൽ ഒരു കാലത്ത് താരങ്ങൾക്ക് പ്രാധാന്യം എടുത്തു. ഇന്ന താരത്തിന് ഒരു ഡേറ്റ് കിട്ടിയാലേ പടം മുന്നോട്ട് കൂടുതൽ മാർക്കറ്റ് ആകൂ എന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ്. അപ്പം ഇപ്പോഴത്തെ ഒരു നമ്മളിപ്പോൾ റീസെന്റ് കാണുന്ന സിനിമ നോക്കുകയാണെങ്കിൽ പുതുമുഖങ്ങളാണ്. പക്ഷെ ആ പുതുമുഖങ്ങൾ കൊണ്ടുവരുന്ന മാറ്റം എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഇവരൊക്കെ ഇത്ര നാൾ എവിടെ ആയിരുന്നു? ഇത്രയും സിനിമയ്ക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു ഇപ്പോൾ വാഴ ഇറങ്ങി ലേറ്റസ്റ്റ് ആയിട്ട് ബാലൻ ഇറങ്ങിയാലും 1-2 താരങ്ങളേ ഉള്ളൂ അറിയപ്പെടുന്നത്, ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ്. അപ്പോൾ എത്രത്തോളം സ്ട്രഗിളിങ് എല്ലാവരും പറയുന്നുണ്ട് സിനിമയിൽ വരാൻ എളുപ്പമാണ്, നിലനിൽക്കാനാണ് പാടുന്നത്. അപ്പം ചേട്ടൻ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു. അപ്പം കഥാപാത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു ചെറിയൊരു പ്രോസസ് അല്ല. ഇപ്പോഴും സ്ട്രഗിളിങ് ഫേസ് ചെയ്യുന്നുണ്ടോ? അതേ ഉള്ളല്ലോ. ഇപ്പം ഞാനൊരു തുറന്നു പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ഒരു 6-7 മാസം ഓടിയ റിസൾട്ട് ഉണ്ടാക്കിയ സിനിമകളും അതിന് മുമ്പോട്ടുള്ള ഒരു കുറച്ച് നാളെടുത്ത് ഇപ്പോൾ നമ്മളുടെ ജാനേമൻ മുതൽ ജാനേമൻ ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ ആവേശത്തിന് മുമ്പ് നമ്മുടെ ഓജോബോട്ട് സിനിമയുടെ രോമാഞ്ചം ആണെങ്കിലും അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ടെല്ലാം ബ്രദർ ശരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കാസ്റ്റ് ഒന്ന് ശരിക്കും എടുത്ത് നോക്കിയാൽ റീൽസ് ചെയ്തും പ്രൂവ് ചെയ്ത ആൾക്കാരെയാണ് പിക്ക് ചെയ്തേക്കുന്നത്, ഐ മീൻ ആക്ടേഴ്സായിട്ട്. അപ്പം ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ കോൺസെപ്റ്റ് ഉണ്ടാക്കുന്ന പുതുമ എന്നും വേണം മലയാള സിനിമയ്ക്ക്. അല്ലെങ്കിൽ അതൊരു പാക്കേജ് ആയിരിക്കണം. നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് മാർക്കറ്റുള്ള ഇത്ര കോടി ഇവനെ വെച്ച് ചെയ്താൽ ബിസിനസ് കിട്ടും, ഇന്ന ഡയറക്ടർ ഇന്നുണ്ട്, ഇന്ന പ്രൊഡ്യൂസർ പിടിച്ചോ എന്ന് പറഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറെ കോംപ്രമൈസ് ചെയ്താലും കുഴപ്പമില്ല. ദ ഹോൾ പാക്കേജ് സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഒരു പുതുമയുള്ള സബ്ജക്റ്റും കൊണ്ട് പുതിയ ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വർക്കാക്കാന്ന് പറഞ്ഞാൽ പിന്നെ റിയലിസ്റ്റിക്കലി കറക്റ്റ് കാസ്റ്റ് ചെയ്യണം, കറക്റ്റ് ടെക്നീഷ്യനെ സെലക്ട് ചെയ്യണം. റിസൾട്ട് ഉണ്ടാക്കാതെ രക്ഷയില്ല. അപ്പം താഴോട്ട് ഇറങ്ങും. അതിന് പറ്റിയ ആൾക്കാരെ സെലക്ട് ചെയ്യാൻ ഇന്ന് വളരെ എളുപ്പമാണ്. നമ്മുടെ മുമ്പിൽ വെറുതെ റീൽസ് നോക്കിയാൽ തന്നെ നമ്മുടെ ക്യാരക്ടേഴ്സിനെ ചിലപ്പോൾ ഒരു തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഗണപതിയും നമ്മുടെ ഇപ്പൊ ബാലനിലാണെങ്കിലും അവരുടെ മുമ്പത്തെ പടങ്ങളിലായാലും കാസ്റ്റിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആ കാസ്റ്റിങ്ങിന് ഇമ്പോർട്ടൻസ് എത്രത്തോളം കൊടുക്കുന്നോ അത്രയും റിസൾട്ട് വരും. അത്രയും റിസൾട്ട് വരുമ്പോൾ ഹോൾ ടീമിനാണ് റിസൾട്ട് കിട്ടുന്നത്.